ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه والله عليم بالمتقين ويأمرون بالمعروف അവർ നന്മകൾ കൊണ്ട് കൽപ്പിക്കുന്നു وينهون عن المنكر തിന്മയിൽ നിന്നും തടയുന്നു ويسارعون في الخيرات അവർ നന്മകളിൽ മുന്നേറുന്നു وأولئك من الصالحين അവർ സൽക്കർമ്മകാരികളിൽപ്പെട്ടവരാകുന്നു. അല്ലാഹു തആല ഈ ആയത്തിന്റെ ഈ ഭാഗത്ത് മോശപ്പെട്ട ആളുകൾക്കിടയിൽ നന്മയുടെ കൈത്തിരി കത്തിച്ച സൗഭാഗ്യവാന്മാരായ ദാസന്മാരുടെ രണ്ട് ഗുണങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. ഒന്ന്, അവർ നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു. രണ്ട്, നന്മകളിൽ അവർ ധൃതി കാട്ടുകയും മത്സരിച്ച് മുന്നേറുകയും ചെയ്യും. നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നത് എല്ലാ നബിമാരുടെയും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ഈ ലോകത്ത് നന്മകൾ നിലനിൽക്കാനും തിന്മകൾ ഇല്ലാതാകാനും ഒരു പരിശ്രമം ആവശ്യമാണ്. കാരണം ഒരു ഭാഗത്ത് മനുഷ്യന്റെ മനസ്സ് നന്മകളിൽ നിന്നും മനുഷ്യനെ അകറ്റുകയും തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ മനസ്സ് തിന്മ കൊണ്ട് ധാരാളമായി കൽപ്പിക്കുന്നതാണ്. മറുഭാഗത്ത് പിശാച് മനുഷ്യനെ എങ്ങനെയെങ്കിലും വഴികെടുത്താൻ നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പൊതുവിൽ നന്മകളിൽ നിന്നും അകലുകയും തിന്മകളിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ആവശ്യകത വരുന്നത്. ഈ പ്രവർത്തനം ചെയ്യുന്നവർ പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നവരാണ്. ഒരു വ്യക്തി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കടയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ച് ആരെങ്കിലും അയക്കുകയാണെങ്കിൽ ആ കച്ചവടക്കാരന് എത്ര വലിയ സന്തോഷമുണ്ടാവും. കാരുണ്യവാനായ പടച്ചവൻ
ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വലിയൊരു ഇടപാടാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഞാൻ നൽകിയ ജീവിതത്തെ നിങ്ങൾ എന്റെ വഴിയിൽ ചെലവഴിക്കണം എന്ന് പടച്ചവൻ ആഹ്വാനം ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നവരാണ്. അതുകൊണ്ടാണ് പ്രബോധനത്തിന്റെ ഭാഗമായ ബാങ്കിന് ശേഷം പറയുന്ന ദുആയിൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, സമ്പൂർണ്ണ ഈ പ്രബോധനത്തിന്റെ ക്ഷണത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ എന്ന് വചനം വന്നിരിക്കുന്നത്. രണ്ടാമതായി ഇത് മുഴുവൻ നബിമാരുടെയും സമുന്നതമായ പ്രവർത്തനമാണ്. എല്ലാ നബിമാരും നന്മ ഉപദേശിച്ചിരുന്നു, മുഴുവൻ നബിമാരും തടഞ്ഞിരുന്നു. പ്രത്യേകിച്ചും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രധാന ഗുണമായി പരിശുദ്ധ ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അന്ത്യപ്രവാചകൻ ജനങ്ങളെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മകളിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ഈ പ്രവർത്തനം മുഴുവൻ സത്യവിശ്വാസികളുടെയും പ്രവർത്തനമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സത്യവിശ്വാസികളുടെ മഹൽ ഗുണങ്ങൾ വിവരിച്ച സ്ഥലങ്ങളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ പ്രവാചകനായി നിയോഗിച്ചു. മറുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിൽ പടച്ചവന്റെ കാരുണ്യത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഇനി ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കലും നന്മ ഉപദേശിക്കലും തിന്മ തടയലും മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേക ബാധ്യതയാണ്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു തആല ഈ കാര്യം വളരെ വ്യക്തമായി വിവരിക്കുകയും ചെയ്തു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ഈ പ്രവർത്തനം ഒരു വലിയ ബാധ്യതയായതിനോട് കൂടി വലിയ പുണ്യകർമ്മവും ഇത് പ്രവർത്തിക്കാതിരിക്കുന്നത് കടുത്ത കുറ്റവുമാണ്. ഇതിനു വേണ്ടിയുള്ള ഓരോ ചുവടുകളും ഓരോ വാചകങ്ങളും ഓരോ സേവന സഹായങ്ങളും വലിയ പ്രതിഫലാർഹമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഹദീസുകളിലൂടെ ഇതിന്റെ മഹത്വങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, എന്നാൽ നിങ്ങളുടെ ദുആകൾ കബൂലാക്കപ്പെടും. നിങ്ങൾ ഈ കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങളിൽപ്പെട്ട പുണ്യവാളന്മാരുടെ പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കപ്പെടുന്നതല്ല. നിങ്ങൾ നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, പടച്ചവന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ അധികാരികൾ നല്ലവരായി മാറും. അല്ലാത്ത പക്ഷം പടച്ചവന്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങുന്നതാണ്. അല്ലാഹുവിന്റെയും പ്രവാചകന്മാരുടെയും ശാപം നന്മ ഉപദേശിക്കാതിരിക്കുന്നത് കൊണ്ട്, തിന്മ തടയാതിരിക്കുന്നത് കൊണ്ട് സംഭവിച്ചു എന്നും
പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു. അതുകൊണ്ട് ഇതൊരു കർത്തവ്യം മാത്രമല്ല, വലിയ പ്രതിഫലമുള്ളതും ചെയ്യാതിരിക്കുന്നത് കടുത്ത കുറ്റവുമാണ്. അതിനോടുകൂടി ഈ പ്രവർത്തനം വളരെയധികം ലളിതവുമാണ്. നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഞാനെങ്ങനെ പ്രസംഗിക്കും, ഞാനെങ്ങനെ പുസ്തകം എഴുതും എന്ന ചിന്തകൾ വരാറുണ്ട്. നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്ന് പറഞ്ഞാൽ പ്രധാനമായി 4 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവരും നന്നാകണമെന്നും മുഴുവൻ ആളുകളിൽ നിന്നും തിന്മകൾ ഇല്ലാതാകണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. നന്മ പ്രവർത്തിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ സന്തോഷിക്കുക. തിന്മ പ്രവർത്തിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ മനസ്സ് വേദനിക്കുകയും അവർ നന്നാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുക. രാക്ക്, ശാപം, തള്ളിപ്പറയും ഇതല്ല വേണ്ടത്. മറിച്ച് ആത്മാർത്ഥമായിട്ട് അവർ നന്നാകണം, അവരുടെ അവസ്ഥ ശരിയാകണമെന്ന് ആഗ്രഹിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ഒരു മഹദി രത്നം, അവരുടെ വാചകം വളരെ അത്ഭുതകരമാണ്. അവർ അവരുടെ മോനെ ഉപദേശിച്ചു, മോനെ, മോശപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ആരെയെങ്കിലും കാണുമ്പോൾ അവർ നന്നാകണം എന്ന ചിന്ത നിന്റെ മനസ്സിൽ വന്നാൽ പടച്ചവൻ അവരുടെ മനസ്സിൽ നന്മയുടെ അംശം വിട്ടുകൊടുക്കുന്നതാണ്. അത് ചിലപ്പോൾ അവർ അത് വളർത്തും, അല്ലെങ്കിൽ അവർ തന്നെ നശിപ്പിക്കുന്നത് അവരുടെ കാര്യം. തിന്മയുമായി ബന്ധപ്പെട്ട ഒരാളെ കണ്ടു, അവർ നന്നാകണമെന്ന് ആഗ്രഹം വന്നില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അവർ പറയുന്നു, ആ തിന്മയുടെ അംശം പടച്ചവൻ നിന്റെ മനസ്സിൽ ഇട്ടുതരും. എത്രയും പെട്ടെന്ന് പശ്ചാത്തലത്തിൽ ശരിയായ നിനക്ക് രക്ഷയാണ്, അല്ലെങ്കിൽ അപകടമാണ്. ഇന്ന് തിന്മകൾ പരക്കുന്നതിന്റെ കാരണം ഇതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഒന്ന് നിഷ്കളങ്കമായ ആഗ്രഹമാണ്. ആരെ കണ്ടാലും അവർ നന്നാകണമെന്ന് ആഗ്രഹിക്കുക. നമ്മളല്ലല്ലോ നന്നാക്കുന്നത് പടച്ചവനാണ്. ആഗ്രഹിക്കാൻ എന്ത് കുഴപ്പം? നമ്മുടെ ആളുകളെ ശമിക്കാനും നിന്ദിക്കാനും, അവൻ പണ്ട് മുതലേ അങ്ങനെയാണ്, അവന്റെ വാപ്പയും അങ്ങനെയാണ്, ഒരിക്കലും നന്നാകുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ നമ്മൾ ആരാണ്? എന്നല്ല, ജനങ്ങളെ ഇപ്രകാരം നിന്ദിക്കുന്നവരെ കുറിച്ച് കടുത്ത മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. രണ്ടാമതായി, നമ്മൾ ജനങ്ങളോട് അവർ നന്നാകണമെന്ന ആഗ്രഹത്തിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. പുഞ്ചിരിക്കുക, സലാം പറയുക, അവർക്ക് ഉപഹാരങ്ങൾ നൽകുക. നമുക്കിടയിൽ ഒരു ധാരണയുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല, അവരെ സഹായിക്കാൻ പാടില്ല, തിന്മ വർദ്ധിക്കുന്ന നിലയിൽ സഹായിക്കാൻ പാടില്ല, തിന്മ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കാൻ പാടില്ല, തിന്മ വർദ്ധിക്കുന്ന നിലയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറിച്ച് അവർ നന്നാകണമെന്ന ആഗ്രഹത്തിൽ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക, പ്രേരിപ്പിക്കുക. വളരെ നല്ല കാര്യം. പ്രബോധനത്തിന്റെ നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നതിന് 4ാമത്തെ ഭാഗം, 3ാമത്തെ കാര്യം, നമ്മൾ അവരെ നേരിട്ട് നന്മ ഉപദേശിക്കുക, അല്ലെങ്കിൽ തിന്മ തടയുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴിയായി നന്മ ഉപദേശിക്കുക, തിന്മ തടയുക. അവരുടെ കയ്യിൽ പിടിച്ച് അവരുടെ നന്മയുടെ കാര്യങ്ങൾ പറയും, തിന്മയുടെ കാര്യങ്ങൾ ഉണർത്തി. നമുക്കതിന് സാധിക്കുന്നില്ല, അത്ര വലിയ മനക്കരുത്തില്ല. നമ്മൾ പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് അവരെ കൊണ്ടുവരും, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ അവരുടെ അരികിലോട്ട് കൊണ്ടുപോയി, പ്രബോധകന്മാരെ അവരുടെ അരികിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ നാടുകളിലേക്ക് ദീനിന്റെ പരിശ്രമം നടത്തുന്ന സഹോദരങ്ങൾ വരാറുണ്ട്. അവരെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി, അവർ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ദീനീയ രചനകൾ അവർക്ക് എത്തിച്ചു കൊടുക്കും, നന്മയുടെ സദസ്സിലേക്ക് അവരെ ക്ഷണിക്കും. ഈ രീതിയിൽ സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ് 3ാമത്തെ ഭാഗം. 4, നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആയിരക്കലാണ്. പടച്ചവരെ, എനിക്ക്
ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, എൻ്റെ കുടുംബത്തിന്, എൻ്റെ അയൽവാസികൾക്ക്, ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും നീ സൽബുദ്ധി നൽകണം, സന്മാർഗം നൽകണം. അതിനുവേണ്ടി നടത്തപ്പെടുന്ന പരിശ്രമങ്ങളെ നന്നാക്കണം, സ്വീകരിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടാൻ ഭാഗ്യം നൽകണം എന്ന് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് ഇതാണ് പ്രബോധന 4 കാര്യങ്ങൾ. 1 നിഷ്കളങ്കമായ ആഗ്രഹം, 2 സൽപെരുമാറ്റം, 3 നേരിട്ട് നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി അത് നിർവഹിക്കുക, 4 പടച്ചവനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു പറയുന്നു, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. എൻ്റെ ഉത്തമദാസന്മാർ നന്മ ഉപദേശിക്കുന്നു, തിന്മയിൽ നിന്നും തടയുന്നു. അല്ലാഹു നമുക്ക് ഉന്നതമായ ഗുണം നൽകുമാറാകട്ടെ.